ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള മീൻകറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബത്തൽ മീനാണ്. ഇതിന് മുന്നേ ഞാൻ മുളകിട്ട കറി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറി. അപ്പോൾ വീഡിയോ ഫുള്ളും കണ്ടോക്കുക. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് തേങ്ങയാണ്. അത് ചിരണ്ടി എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ പൂണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതാണ്. അത് ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. അപ്പോൾ നിങ്ങൾ ആൾ കൂടുതലാണെങ്കിൽ ഒരു മുറി കൂടി എടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ പൂണ്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിരണ്ടി എടുത്തതാണെങ്കിൽ നേരെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുമ്പോൾ അല്പം കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഇതേപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ചമ്മട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ കുഞ്ഞ് തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കുഞ്ഞ് തക്കാളി കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നോണ്ടിയിട്ടൊന്നും ആവില്ല. ചെറിയ തക്കാളി കല്ല് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചിലപ്പം ചെയ്യൽ. എന്നിട്ട് ഒരു ചെറിയ കണ്ടം ഞാൻ പുളി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുടിയിലുള്ളതും എല്ലാം ക്ലീനായിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പുളീനനുസരിച്ച് നിങ്ങൾക്ക് പുളി കൂട്ടേ കുറയ്ക്കേ ഒക്കെ ചെയ്യാം. ഞാൻ അല്പം പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ പുളി തന്നെ നല്ല പുളിപ്പുള്ള പുളിയാണ് കേട്ടോ. അതേപോലെ ഞാൻ 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടി കുറയ്ക്കുക ഒക്കെ ചെയ്യാം. ഇനി ഞാൻ പുളി അതും കൂടി ജസ്റ്റ് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ നമ്മൾ അരച്ച അജാറിന് അല്പം വെള്ളം ഒഴിച്ച് തന്നെ ചുവറ്റി അതും കൂടി ഇതിലൊഴിച്ച് ഇനി നമ്മൾ കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇപ്പോൾ കൂടുതലോ കുറവൊക്കെ ഉണ്ടാകുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ കറി വേണ്ടി, എത്രയാണോ കട്ടി വേണ്ടി അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കൂടുതൽ എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികൾക്ക് ഒരുപാട് എരിവാണെങ്കിൽ കഴിക്കില്ല. അപ്പോൾ അത് കരുതിയിട്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നേരെ കറി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കതൊന്ന് അടുപ്പിച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കണം. ഇപ്പുറത്ത് ഞാൻ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവ് വന്നപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെമ്മീൻ ഉണ്ട്. അപ്പോൾ അതും കൂടി തൊടിയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കറി ഒന്ന് നല്ലൊന്ന് വെട്ടി തിളക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം തിളക്കുന്ന രീതിക്കായി കിട്ടുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ആദ്യം ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ചിലപ്പം കറി ഒന്നായിട്ട് ചിന്തി പോകും കേട്ടോ. അങ്ങനെ ചോറ് ഇത്രയും സ്ലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പോയി കിട്ടുമ്പോൾ നമുക്ക് നേരെ ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടാൽ പിന്നെ ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. പിന്നെ വളരെ കുറച്ച് നേരം മാത്രം 5-6 മിനിറ്റ് മാത്രമേ നമുക്കിതൊന്ന് വേവിച്ചാൽ മതി. അപ്പോഴത്തേനും എൻ്റെ ചോറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാർത്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനത് വാർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മീനൊക്കെ നല്ല ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മൂടി കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ മക്കൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ അവൾ സുബൈക്ക് ചായ കുടിച്ചിട്ടൊക്കെ പോവലാണ്. അപ്പോൾ ഇന്ന് ലീവായപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ അവർ വീട്ടിൽ ടി വിയൊക്കെ കണ്ടിരിക്കുമ്പോൾ വിശക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ ചൂടോടെ ഞാൻ ഇതുപോലെ ഉഴുന്ന് ദോശ ഇതുപോലെ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ബാക്കിയുള്ള ദോശയൊക്കെ ഞാൻ ചൂടോടെ മക്കൾക്ക് ചുട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തൂമിച്ച് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നേരെ നമുക്ക് ഓയിൽ ചൂടാകുമ്പോൾ ചീരലും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ടുള്ള കറി
ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി വരുന്നവരെല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.